ഭൂമിയിലെ ജീവിതം സമൃദ്ധമാകാൻ സമ്പത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി ആരാധിക്കപ്പെടുന്ന നിരവധി ഹിന്ദു ദേവന്മാരുണ്ട്. അത്തരം ഒരു ദൈവമാണ് കുബേരൻ. സ്വർണത്തിന്റെ ദൈവമാണ് കുബേരൻ. തൻ്റെ ഭക്തർക്ക് പരിധിയില്ലാത്ത സമ്പത്തും ഭാഗ്യവും നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് വിശ്വാസം. ദേവന്മാരുടെ നിധി സൂക്ഷിപ്പുകാരനും യക്ഷരാജാവുമായ കുബേരൻ സമ്പത്ത്, സമൃദ്ധി, പ്രശസ്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. വടക്ക് ദിക്കിന്റെ സംരക്ഷകനാണ് കുബേരൻ. സമ്പത്തിനായി നിങ്ങൾക്ക് കുബേരനെ ആരാധിക്കാവുന്നതാണ്. സമ്പത്തിനായി കുബേരനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ചില വഴികൾ എന്തൊക്കെയെന്നാണ് ഞാൻ പറയുവാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഹിന്ദു ഐതിഹ്യങ്ങൾ അനുസരിച്ച് കുബേരൻ രാവണന്റെ അർദ്ധ സഹോദരനും ലങ്കയിലെ രാജാവുമായിരുന്നു. ലങ്കാനഗരം മുഴുവൻ സ്വർണം കൊണ്ട് പണിതത് കുബേരനായിരുന്നു. രാവണൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ശക്തനായ ശേഷം കുബേരനെ ലങ്കയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. സ്വന്തം നഗരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കുബേരൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കൈലാസത്തിന് സമീപം താമസമാക്കി. അദ്ദേഹം ശിവനെ ആരാധിക്കാൻ തുടങ്ങി. കുബേരനിൽ പ്രസാദിച്ച ശിവൻ അദ്ദേഹത്തെ ഭൂമിയിലെ മുഴുവൻ സ്വർണത്തിൻ്റെയും സംരക്ഷകനാക്കി മാറ്റിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുബേരനെ പ്രീതിപ്പെടുത്താൻ പൂജിക്കേണ്ടുന്ന ഏറ്റവും പവിത്രമായ ഒരു യന്ത്രമാണ് കുബേരയന്ത്രം. ഈ പൂജയിൽ പാലിക്കേണ്ട ചില രീതികളുണ്ട്. ഒരു മരപ്പലകയുടെ മുകളിൽ വൃത്തിയുള്ള ചുവന്ന തുണി വിരിച്ചു അതിനു മുകളിൽ വേണം കുബേരയന്ത്രം വയ്ക്കാൻ. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കണം പൂജ ചെയ്യേണ്ടുന്നത്. ആദ്യം കുബേരയന്ത്രത്തിന് മുന്നിൽ ചന്ദനത്തിരി കത്തിച്ച് കുറച്ച് താമരദളങ്ങൾ സമർപ്പിക്കണം. നിങ്ങളുടെ പൂജാമുറിയിലെ ലക്ഷ്മി വിഗ്രഹത്തിന് സമീപം വേണം കുബേരയന്ത്രം സൂക്ഷിക്കാൻ. ലക്ഷ്മി ദേവിയെയും കുബേരനെയും ഒരുമിച്ച് ആരാധിക്കണം. പൂജാമുറിയിൽ കുബേരയന്ത്രത്തോട് ചേർന്ന് ഗംഗാജലവും ഒരു മാവിലയും ചേർത്ത് ഒരു ചെമ്പ് കലശം എപ്പോഴും സൂക്ഷിക്കണം. സമ്പത്തിനും സ്വർണത്തിനും വേണ്ടി കുബേരനെ പ്രസാദിപ്പിക്കാൻ കുബേരയന്ത്രത്തിനു മുന്നിൽ നിന്നും നിത്യവും പ്രാർത്ഥിക്കുകയാണ് വഴി. വടക്ക് കിഴക്കാണ് കുബേരന്റെ ദിശ. അതിനാൽ പൂജാമുറിയുടെ വടക്ക് ഭിത്തിയിലും കിഴക്ക് ഭിത്തിയിലും ഓരോ കുബേരയന്ത്രങ്ങൾ തൂക്കിയിടണം. ആരാധനാ ദിവസം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം പൂജ തുടങ്ങാൻ. ഒരു ചന്ദനത്തിരി എടുത്ത് കുബേരയന്ത്രത്തിന് മുന്നിൽ കത്തിച്ച് വെച്ചിട്ടുള്ള യന്ത്രത്തിന് അഭിമുഖമായിരുന്ന് യന്ത്രത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുബേരമന്ത്രം ജപിക്കുക. നിങ്ങളുടെ ആഗ്രഹമല്ലാതെ ധ്യാനിക്കുമ്പോൾ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിൽ പാടില്ല. കുറഞ്ഞത് 21 തവണയെങ്കിലും മന്ത്രം ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.